സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി ഡൽഹി. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക്. രാഷ്ട്രപതി ഭവനിൽ രാത്രി 7:15 മോദിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുക. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ തുടങ്ങിയവർ മന്ത്രിമാരാകും. ഘടകകക്ഷികളായ ടിഡിപിയിൽ നിന്നും ജെഡിയുവിൽ നിന്നും 2 പേരും, ജെഡിഎസ്, എൽജെപി, ശിവസേന, എച്ച്എഎം, അപ്നാദൾ എന്നീ കക്ഷികളിൽ നിന്ന് ഒരാൾ വീതവുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. സത്യപ്രതിജ്ഞ ചെയ്യുന്ന എംപിമാർക്ക് പ്രധാനമന്ത്രി ചായ സൽക്കാരം ഒരുക്കി. തൃശൂരിൽ നിന്ന് വിജയിച്ച സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയാകും. ചടങ്ങിൽ പങ്കെടുക്കാൻ സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് തിരിച്ചു. അദ്ദേഹം വിളിച്ചു, നിർബന്ധമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു. എത്തുന്നു. ബാക്കിയെല്ലാം ഇനി അവിടെ ചെന്ന് എനിക്ക് അത്രേ പറയാൻ പറ്റുന്നു. അതെല്ലാം അവിടെ ചെന്ന് അവർ നിശ്ചയിക്കുന്നത് പോലെ എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഈ സിനിമകളുണ്ടല്ലോ ചെയ്തിരുത്താൻ, ആ ഒരു പരിഗണന കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. പക്ഷെ നിശ്ചയം അവരുടെയാണ്. കാരണം എന്നോട് പറഞ്ഞ് ഞാൻ തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആയിരിക്കണം പ്രധാനമന്ത്രിയുടെ തീരുമാനം ആ ജനങ്ങളെ കരുതലോടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ട് പോകുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പ്രധാനമന്ത്രിയെയും വിളിച്ച് സംസാരിച്ചിരുന്നു ഈ കാര്യങ്ങൾ. അത് പറഞ്ഞതുകൊണ്ടാണ് ഈ പോകുന്നത്. താങ്ക് യു. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കുകയാണ് പ്രവർത്തകർ. ER രാഗേഷും VV വിനോദും ഡാനി പോളും ആണ് നമ്മൾക്കൊപ്പം ചേരുന്നത്. വിവരങ്ങളുമായി ആദ്യം നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷാണ് ചേരുന്നത്. ER, മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ആരൊക്കെയാണ് മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്നുള്ളതിന്റെ ഉദ്വേഗഭരിതമായ നിമിഷം, ആ ആകാംക്ഷയിലായിരുന്നു രാജ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചിത്രം വ്യക്തമായിട്ടുണ്ടോ രാഗേഷ്? ഏതായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിനായി, മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു. ഏതായാലും ആര്യ സൂചിപ്പിച്ച പോലെ നേരത്തെ ഇന്ന് രാവിലെ ഒന്നും തന്നെ ആരൊക്കെ മന്ത്രിമാർ ആകുമെന്ന ആകാംക്ഷയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏതായാലും ചിത്രം തെളിഞ്ഞിരിക്കുന്നെന്ന് തന്നെ പറയാം. കാരണം ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള MPമാർക്ക് എല്ലാവർക്കും തന്നെ ഫോൺ കോളുകൾ വന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. അതുപ്രകാരം അവരൊക്കെ തന്നെ 11:30 ചേർന്ന പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് വിളിച്ച ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഏതായാലും 40-അധികം പേർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. 7:15 രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. മുൻ വർഷങ്ങളിലേതുപോലെ, കഴിഞ്ഞ തവണത്തേതുപോലെ അമിത്ഷാ, ഒപ്പം തന്നെ രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങിയവർ ഇത്തവണയും മോദി സർക്കാരിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവരെല്ലാവരും തന്നെ ഇന്ന് ഇതിൽ പങ്കെടുത്തിരുന്നു, ചായ സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം അർജുൻ രാം മേഘ്വാൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിയമമന്ത്രിയാണ്, ബിക്കാനിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹം ഏതായാലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. അദ്ദേഹത്തിനും ഫോൺ കോൾ ലഭിച്ചിട്ടുണ്ട്. ഘടകകക്ഷികളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ചിരാഗ് പാസ്വാൻ ബീഹാറിൽ നിന്നുള്ള MP ആണ്, LJPയുടെ നേതാവാണ്. ഹാജിപൂരിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹത്തിന് 5 അംഗങ്ങളാണ് LJPക്കുള്ളത്. അപ്പോൾ LJPയുടെ ക്യാബിനറ്റ് മന്ത്രിയായി ചിരാഗ് പാസ്വാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. HD കുമാരസ്വാമി മാണ്ഡ്യയിൽ നിന്നുള്ള ലോക്സഭാംഗമാണ്. 2 അംഗങ്ങൾ JDSനുണ്ട്. ഏതായാലും കുമാരസ്വാമിക്കും പ്രധാനപ്പെട്ട വകുപ്പ് നൽകും. കുമാരസ്വാമിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സർബാനന്ദ സോനോവാൾ അസമിൽ നിന്നുള്ള മന്ത്രിയാണ്, BJP നേതാവാണ്, മുൻ അസം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. സർബാനന്ദ സോനോവാളിനും ഇന്ന് വിളി വന്നിട്ടുണ്ട്. അദ്ദേഹവും ഇത്തരത്തിൽ യോഗത്തിൽ പങ്കെടുത്തിരുന്നു, ചായ സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു. ശിവരാജ് സിംഗ് ചൗഹാനാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ്. നരേന്ദ്രമോദിയുമായി അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കൊപ്പം മധ്യപ്രദേശിൽ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം മത്സരിച്ച് വിദിഷയിൽ നിന്ന് വലിയ മാർജിനിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അദ്ദേഹവും ഏതായാലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയാണ്. ഒപ്പം TDPയിൽ നിന്ന് 2 പേരായിരിക്കും മന്ത്രിമാരായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. നേരത്തെ 4 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം TDP ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും ഇന്ന് 2 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. അതിൽ രാംമോഹൻ നായിഡു, ഒപ്പം തന്നെ P ചന്ദ്രശേഖർ, ഈ 2 പേരായിരിക്കും TDPയിൽ നിന്ന് മന്ത്രിമാരാകുക. ഇതിൽ രാംമോഹൻ കഴിഞ്ഞ സഭയിൽ TDPയുടെ സഭാകക്ഷി നേതാവായിരുന്നു, ശ്രീകാകുളത്തു നിന്നുള്ള MP ആണ്. P ചന്ദ്രശേഖർ
ഈ സഭയിലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട സഭയിലെ ഏറ്റവും സമ്പന്നനായ MP കൂടിയാണ് പി ചന്ദ്രശേഖർ. അങ്ങനെ ആ രണ്ടുപേരാണ് TDPയെ ഏതായാലും മന്ത്രിസഭയിലെത്തുക. സമാനമായി TDPക്ക് പോലെ തന്നെ JDUവിനും 2 മന്ത്രിസ്ഥാനം ഉണ്ടാകും. അതിലൊന്ന് ലലൻ സിംഗ് ആണ്. ലലൻ സിംഗ് ദേശീയ പ്രസിഡന്റായിരുന്നു JDUവിന്റെ, സമീപകാലം വരെ JDUവിന്റെ ദേശീയ അധ്യക്ഷനായിരുന്നു. ഒപ്പം രാംനാഥ് താക്കൂർ ജനതാദൾ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് നേതാവായ കർപ്പൂരി താക്കൂറിന്റെ മകനാണ്. നിലവിൽ രാജ്യസഭാ അംഗമാണ്. അദ്ദേഹവും ഏതായാലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇതിന് പുറമെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയാണ്. കഴിഞ്ഞ സർക്കാരിൽ അദ്ദേഹം വ്യോമയാന വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. ഒപ്പം മനോഹർലാൽ ഖട്ടർ ഈ സമീപകാലത്താണ് ഹരിയാന മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അദ്ദേഹത്തിനും ഏതായാലും കേന്ദ്രമന്ത്രിസഭയിലേക്ക് ഇപ്പോൾ പരിഗണിക്കുകയാണ്. AJSU നേതാവായ ചന്ദ്രശേഖർ ചൗധരിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. AJSU ജാർഖണ്ഡിലെ BJPയുടെ സഖ്യകക്ഷിയാണ്. ഒരു സീറ്റിലാണ് AJSU വിജയിച്ചിരുന്നെങ്കിൽ പോലും AJSUവിനെയും ഏതായാലും പരിഗണിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സഖ്യകക്ഷി നേതാവാണ് ജയന്ത് ചൗധരി. അദ്ദേഹം RLD നേതാവാണ്. 2 അംഗങ്ങളാണ് RLDക്കുള്ളെങ്കിൽ പോലും ജയന്ത് ചൗധരിയെ പ്രത്യേകിച്ച് പശ്ചിമ യുപിയിൽ നിർണായകമായ എന്നൊരു വിലയിരുത്തൽ BJPക്കുണ്ട്. അപ്പോൾ ജയന്ത് ചൗധരിയും ഏതായാലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കഴിഞ്ഞ സർക്കാരിൽ ആരോഗ്യമന്ത്രിയായിരുന്ന മൻസുഖ് മാണ്ഡവ്യ, റെയിൽവേ മന്ത്രിയായിരുന്ന അശ്വിനി വൈഷ്ണവ്, പീയൂഷ് ഗോയൽ തുടങ്ങിയവരും ഏതായാലും സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. കിരൺ റിജിജു ആദ്യ 2 സർക്കാരിലും അദ്ദേഹം അംഗമായിരുന്നു. കിരൺ റിജിജു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രക്ഷാ ഖഡ്സെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായി വരാൻ പോകുന്നത്. വനിതാ നേതാവാണ്. ഒപ്പം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ലോക്സഭാംഗമാണ്. റാവേർ ലോക്സഭയിൽ നിന്നുള്ള അംഗമാണ്. രക്ഷാ ഖഡ്സെയും സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് ഇപ്പോൾ BJP വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഒപ്പം പ്രധാനമന്ത്രി ചായ സൽക്കാരത്തിൽ രക്ഷാ ഖഡ്സെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായ രാംദാസ് അത്തേവാല കഴിഞ്ഞ സർക്കാരിൽ മന്ത്രിയായിരുന്നു, രാജ്യസഭാംഗമാണ്. രാംദാസ് അത്തേവാലയും പരിഗണിക്കുന്നുണ്ട്. രാംദാസ് അത്തേവാലയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് ജിതൻ റാം മാഞ്ചിയാണ്. ജിതൻ റാം മാഞ്ചി ബീഹാർ മുൻ മുഖ്യമന്ത്രിയാണ്. ബീഹാറിൽ ഇത്തവണ അദ്ദേഹം ലോക്സഭയിലേക്ക് ഗയ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. HIMന്റെ സ്ഥാപക നേതാവാണ്. അദ്ദേഹവും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ബെഗുസരായിൽ നിന്ന് വിജയിച്ച ഗിരിരാജ് സിംഗ്. ഒപ്പം തന്നെ തെലങ്കാന BJPക്ക് വലിയ മുന്നേറ്റമുണ്ടായ സംസ്ഥാനമാണ്. ദേശീയ തലത്തിൽ പല തിരിച്ചടികളുണ്ടായെങ്കിൽ പോലും തെലങ്കാന ഇത്തവണ അധികാരം നിലനിർത്തുന്നതിൽ നിർണായകമായ സംസ്ഥാനമാണ്. അവിടെ നിന്ന് 2 പേർ മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. അതായത് G കിഷൻ റെഡ്ഡി, അദ്ദേഹം കഴിഞ്ഞ സർക്കാരിൽ മന്ത്രിയായിരുന്നു. G കിഷൻ റെഡ്ഡിയും ഒപ്പം മുൻ സംസ്ഥാന അധ്യക്ഷൻ ബണ്ടി സഞ്ജയും മന്ത്രിമാരായി ഇന്ന് ചുമതലയേക്കും. കർണാടകത്തിൽ നിന്ന് ശോഭ കരന്തലജയുടെ പേരാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശോഭ കരന്തലജ ഇന്ന് രാവിലെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഒപ്പം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന വിദേശകാര്യമന്ത്രിയായിരുന്ന S ജയശങ്കറും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇങ്ങനെ 40-ലധികം പേരായിരിക്കും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. പക്ഷേ നിലവിൽ പുറത്തു വന്ന പട്ടികയിൽ ഏതായാലും മഹാരാഷ്ട്രയിൽ നിന്നുള്ള അജിത് പവാർ വിഭാഗം NCPയിൽ നിന്ന് ആരുടെയും പേരുകളില്ല. പക്ഷേ ഒരുപക്ഷെ 2ാം ഘട്ടത്തിൽ ഉണ്ടായേക്കാം, അജിത് പവാർ പക്ഷത്തിന് സീറ്റ് നൽകിയേക്കാം. ഏതായാലും ഇന്ന് 40ഓളം പേരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക. BJPയിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നുമായി 40-ലധികം പേര് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ NDA വൃത്തങ്ങൾ BJP വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ആര്യ.